നമ്മുടെ പ്രധാനമന്ത്രി തന്നെ സ്ത്രീകൾക്ക് കൊടുക്കുന്ന റെസ്പെക്ട് കണ്ടിട്ടുണ്ടാവും. അതെ, മറ്റേ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിനെ കണ്ട കാലുവിട്ട് വീഴാൻ പേടി നമ്മുടെ കാലുവിട്ട് വീഴുമെന്നില്ല. അപ്പൊ അത്രയും ആ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു ഇത്തവണ പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ മത്സരിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ അച്ഛൻ എത്രത്തോളമായിരിക്കും അതിനെ സ്വീകരിച്ചിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും എൻ്റെ അച്ഛൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയത്. PIC ഉണ്ടാക്കി മാറിപ്പോയല്ലോ, ഞാൻ പോയില്ലല്ലോ കൂടെ. അന്ന് ഞാൻ കോൺഗ്രസ്സിൽ നിന്നു, അന്നും എന്നൊന്നും പറഞ്ഞില്ല. സാംസ്കാരിക നഗരം എന്ന് പേരെന്നല്ലേ ഉള്ളൂ, എന്താ അവിടെ അതിലെന്താ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടില്ല? ഇന്നത്തെ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും അവസ്ഥ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? പ്രത്യേകിച്ച് എന്താ പറയാനുള്ള, ഒരു പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കണമെന്ന് മാത്രം. അപ്പം ഞാനിപ്പോൾ നോക്കുമ്പോൾ ഭഗവാനെ ഞാൻ പോകുന്നതിനേക്കാളും കഷ്ടമാണല്ലോ അപ്പോൾ അവിടെയെന്നാണ് എനിക്ക് തോന്നിയത്. സ്ത്രീ പ്രാതിനിധ്യം വളരെ കുറവാണ്. അവർക്ക് കൊടുക്കുന്ന സീറ്റ് പോലും തോൽക്കാൻ പറ്റുന്ന സീറ്റും, ഇനി അഥവാ ജയിക്കുന്ന സീറ്റ് കൊടുത്താൽ അവിടെ എങ്ങനെയിട്ട് കാലുവാരി തോൽപ്പിക്കണം എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് സ്ത്രീകൾ പൊന്തി വരില്ല കോൺഗ്രസ്സിലൊന്നും. ജനങ്ങളെ സമ്മതിച്ചാൽ ഞാൻ വ്യത്യാസം വരുത്തിയിരിക്കും.